ലബനൻ തലസ്ഥാനമായ ബൈറൂത്ത് ആക്രമണത്തിന് പിന്നാലെ മധ്യേഷ്യയിൽ യുദ്ധഭീതി പടരുന്നു. ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം ആക്കിലും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുമെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. അമേരിക്കയുടെ ട്രൂമാൻ യുദ്ധവാഹിനി കപ്പൽ ഗൾഫിലേക്ക് പുറപ്പെട്ടു. അതേസമയം ഗസയിൽ ഇസ്രായേലിന്റെ വംശഹത്യ തുടരുകയാണ്. MC നാസർ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. MC-യെ വലിയ ആശങ്കകൾക്കിടെ ഇസ്രായേലിന്റെ ലബനൻ യുദ്ധമുഖം കുറെ കൂടി വികസിക്കുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ ഇബ്രാഹിം ആക്കിൽ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർമാരടക്കം കൊല്ലപ്പെടുന്നു. എങ്ങനെയാണ് ഇസ്രായേൽ ലബനൻ ആക്രമണത്തെ ഈ സമയം കാണുന്നത്? അതായത് ഈ ഗസ ആക്രമണത്തിനിടയിൽ ഒരു തലവേദന എന്നുള്ള നിലക്ക് ഉള്ള ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്ന രീതിയിൽ മാത്രം കണ്ടാലും മതിയോ? അതല്ല ലബനൻ കൂടി ആക്രമിക്കുക, ഹിസ്ബുള്ളയെ കൂടി ടാർഗറ്റ് ചെയ്യുക എന്നുള്ള നേരത്തെയുള്ള ലക്ഷ്യം ഇസ്രായേലിനുണ്ടായിരുന്നോ? അത് നടപ്പാക്കുകയാണോ ചെയ്യുന്നത്? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും നിലവിലുള്ള യുദ്ധരീതിയും അതോടൊപ്പം തന്നെ വടക്കൻ അതിർത്തി കേന്ദ്രീകരിച്ചിട്ടുള്ള സൈനിക വിന്യാസവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുറെ കൂടി വികസിച്ച ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ്. ഗസക്കപ്പുറം കുറെ കൂടി വികസിച്ച ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ നടന്നു നീങ്ങുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഈ രാത്രി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് നെതന്യാഹുവിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ചില യുദ്ധ ലക്ഷ്യങ്ങൾ ഇതിനകം ഇസ്രായേൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് തന്നെ തങ്ങൾ നീങ്ങുകയാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് നെതന്യാഹു നടത്തിയത്. യോവ് ഗാലന്റ് കുറെ കൂടി ശക്തമായി തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്ന ഒരു സൂചന കൂടി നൽകിയിട്ടുണ്ട്. അല്പം കൂടി കഴിഞ്ഞാൽ സൈനിക വക്താവിൻ്റെ ഒരു വാർത്താ സമ്മേളനം നടക്കുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ വടക്കൻ അതിർത്തി കേന്ദ്രീകരിച്ചുള്ള ചില മുന്നറിയിപ്പുകൾ, ചില ജാഗ്രതാ നിർദ്ദേശങ്ങളായിരിക്കും ഈ സൈനിക വക്താവിൻ്റെ ഭാഗത്തുനിന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ പുറത്തു വരിക എന്ന റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ദക്ഷിണ ലബനാൻ കേന്ദ്രീകരിച്ചുള്ള അതിർത്തി പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇസ്രായേൽ സേന എത്തിപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഹിസ്ബുള്ള നടത്തി വരുന്ന ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആക്രമണത്തെക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള ചില ആക്രമണങ്ങൾ ഇസ്രായേൽ സേന പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെ തടയിടുക എന്നതുകൂടിയാണ് ഒരു പ്രോആക്റ്റീവായിട്ടുള്ള ഒരു സമരമുഖം തുറന്നുകൊണ്ട് തന്നെ കൂടുതൽ ആക്രമണം നടത്തുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നത് എന്നുകൂടിയാണ് വടക്കൻ അതിർത്തിയിലെ സേനാ വിന്യാസവും അവിടുത്തെ യുദ്ധ സന്നാഹങ്ങളും ബോധ്യപ്പെടുത്തുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഈ സൈനിക വക്താവിൻ്റെ വാർത്താ സമ്മേളനം നടക്കുന്നതോടുകൂടി ആയിരിക്കും ഈ യുദ്ധത്തിൻ്റെ അടുത്ത ഗതി എന്ത് എന്ന കാര്യത്തിൽ കൃത്യത വരിക. നേരത്തെ സൈഫുദ്ദീൻ വ്യക്തമാക്കിയതുപോലെ ബെയ്റൂത്തിലെ തെക്കൻ പ്രവിശ്യയിൽ നടന്നിരിക്കുന്ന ആക്രമണത്തിൽ 2 കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡർ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം ആക്കിൽ ഉൾപ്പെടെയുള്ളവരുടെ വധത്തിൽ അബ്ബാസ് വലിയ തോതിലുള്ള സങ്കടം അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഹിസ്ബുള്ള കുറെ കൂടി കടുത്ത ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്താനുള്ള നീക്കങ്ങളിൽ ഏർപ്പെട്ടതായിട്ടാണ് ലബനാൻ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും 2 പക്ഷത്തും വലിയ തോതിലുള്ള ആക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ഒന്നും കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. UN രക്ഷാസമിതി ഇന്നലെ രാത്രി യോഗം ചേർന്നിരുന്നു. സംയമനം പാലിക്കണമെന്ന ഒരു സ്ഥിരം ഇസ്രായേൽ ഗസയെ ആക്രമിച്ചതുപോലെയല്ല ലബനൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ആ നിലയ്ക്കൊരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിയുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഹിസ്ബുള്ള ശരിയാണ്, ലബനനിലെ ഒരു സായുധ മിലീഷ്യ സംഘമാണ്. അതിനപ്പുറത്തേക്ക് ആ രാജ്യത്ത് വലിയൊരു ആക്രമണം, റോക്കറ്റ് ആക്രമണമൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായി 2 രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നം കൂടിയാണുള്ളത്. അപ്പോൾ ഗസയും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേൽ ലബനൻ ക്ലാഷിനെ UN-ൻ്റെക്ക് ഒരു അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ അതിന് വേറെ എന്തെങ്കിലും തലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? UN-ൻ്റെയോ മറ്റു രാജ്യങ്ങളുടെയോ ഒക്കെ ഒരു ഇടപെടൽ ഏത് രീതിയിലായിരിക്കും ഇതിൽ? ഇതിൽ സൈഫുദ്ദീൻ സ്വാഭാവികമായിട്ട് നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഒരു പരമാധികാര രാജ്യത്തിലേക്ക് നടത്തിയ കടന്നാക്രമണം തന്നെയാണ് ഈ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കുള്ള ഈ ആക്രമണം കൃത്യമായിട്ട് തന്നെ വരച്ചു കാട്ടുന്നത്. പ്രത്യേകിച്ച് ബെയ്റൂത്തിലെ ജനവാസ ഒരു കേന്ദ്രത്തിന് നേരെയാണ്, അവിടുത്തെ 2 കെട്ടിടങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. അതിൽ സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡർ ഇബ്രാഹിം ആക്കിൽ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു എന്നതൊരു വസ്തുതയാണെങ്കിൽ പോലും ആ കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രത്യക്ഷ
ബലിഷ്ഠമായിട്ടുള്ള ഒരു കടന്നാക്രമണം നടക്കുമ്പോൾ അതിനെതിരെ യൂറോപ്യൻ യൂണിയനും അതോടൊപ്പം തന്നെ UN-ഉം ഒക്കെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിനെ ഇത്തരം പ്രതികരണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു നിലപാട് മുമ്പ് ഉണ്ടായിട്ടില്ല. അതും ഈ സന്ദർഭത്തിലും ഇസ്രായേൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പുനരാലോചന നടത്തുകയോ അല്ലെങ്കിൽ പിന്നെ തെറ്റിദ്ധരുത്തുകയോ ചെയ്യുമെന്ന് ആരും കണക്ക് കൂട്ടുന്നില്ല. മാത്രമല്ല അമേരിക്ക പോലും പിന്നെ ഈ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ഗസയിൽ മാത്രം ആ യുദ്ധം പരിമിതപ്പെടണമെന്ന് ബൈഡൻ ഭരണകൂടം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് ലബനാനിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മേഖലാ യുദ്ധമായിട്ട് അത് മാറാനുള്ള വലിയ സാധ്യതയുണ്ട്. അതിനുള്ള ചേരുവകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനെ പോലും ഈ യുദ്ധത്തിലേക്ക് വലിച്ച് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഇസ്രായേൽ തുടക്കം മുതൽ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പം നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ആ ലക്ഷ്യത്തോട് അമേരിക്കയ്ക്ക് പോലും താല്പര്യമില്ല. പക്ഷേ അമേരിക്ക ഈ യുദ്ധവാഹിനി കപ്പലുകളും മറ്റും അയച്ചുകൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തും എന്നതല്ലാതെ പ്രത്യക്ഷത്തിൽ അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കുപറ്റുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒരു പക്ഷേ ഭാവിയിൽ ഉരുത്തിരിയാൻ പോകുന്ന പിന്നെ തീരുമാനമായിരിക്കും. എന്തായാലും വലിയ ആശങ്കയോടുകൂടിയാണ് ഈ മേഖലയും അന്തർദേശീയ സമൂഹവും ഈ പുതിയ സംഭവ വികാസങ്ങളെ കാണുന്നത്. കാരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്മാറ്റത്തിന്റെ ഒരു സൂചനയും ദൃശ്യമല്ല. മാത്രമല്ല കുറെ കൂടി പ്രത്യക്ഷമായിട്ടുള്ള കടന്നാക്രമണം അതോടൊപ്പം തന്നെ ഒരു തുറന്ന യുദ്ധം ഇത് തന്നെയാണ് നെതന്യാഹു ഭരണകൂടം ആഗ്രഹിക്കുന്നത്. സൈനിക നേതൃത്വവും അതിനെ പിന്തുണയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു നയതന്ത്ര ദൗത്യം പിന്നെ വിജയിക്കാനുള്ളൊരു സാധ്യത വളരെ വിരളമായി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ എല്ലാ ശ്രമങ്ങളും അറബ് ലോകത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ചൈനയും ഒക്കെ ഇടപെട്ട് നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്ര കണ്ട് വിജയിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക പ്രയാസകരമായിരിക്കും. സൈഫുദ്ദീൻ. അതേസമയം ഗസയിൽ ഇപ്പോഴും ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്? MCA സൈഫുദ്ദീൻ, ഇന്ന് മധ്യ ഗസയിലാണ് ഏതാണ്ട് 22 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ തന്നെ അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഒരു സ്കൂളിൽ അഭയം തേടിയിരുന്ന പിന്നെ കുടുംബങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വളരെ വ്യാപകമായിട്ടുള്ള ആക്രമണം റഫയിലും നടക്കുകയുണ്ടായി. ഇന്ന് മാത്രം ഏതാണ്ട് 40-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനമായിട്ട് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഗസയിൽ ഇപ്പോൾ അവിടെ നിന്ന് 2 ഡിവിഷൻ സൈന്യത്തെ വടക്കൻ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ലബനാൻ അതിർത്തിയിലേക്ക് മാറ്റി എങ്കിൽ പോലും ആക്രമണത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. കൂടുതൽ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം കൊണ്ടുപോകുന്ന ഒരു നീക്കം തന്നെയാണ്. അടുത്ത മാസം 7-ന് പിന്നെ ഒരു കൊല്ലം തികയാൻ പോവുകയാണ് ഗസ ആക്രമണം. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പിന്നെ ആക്രമണം കുറയ്ക്കാനോ അതിനെ പരിമിതപ്പെടുത്താനോ ഒരു നീക്കവുമില്ല. നേരെ മറിച്ച് വളരെ കിരാതമായിട്ടുള്ള സ്വഭാവത്തിലുള്ള ആക്രമണ പരമ്പരകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്നെ ആയുധ സഹായം വലിയ തോതിൽ തന്നെ ഇസ്രായേലിന് പിൻബലമായിട്ട് മാറുന്നുമുണ്ട്. ശരി. ഒരേ സമയം ഗസയിൽ ആക്രമണം തുടരുന്നതിനിടയിൽ തന്നെ ലബനനിലേക്ക് പുതിയ യുദ്ധമുഖം തുറക്കുകയും ആ യുദ്ധമുഖം കുറെ കൂടി വികസിപ്പിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ. ഇന്ന് ഏറ്റവും ഒടുവിലായി ഹിസ്ബുള്ള കമാൻഡറെ അടക്കം 24 പേരെയാണ് ഇസ്രായേൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ബെയ്റൂത്തിൽ വെച്ച് വധിച്ചത്. അതിന് ഏത് തരത്തിലുള്ളൊരു പ്രതികരണം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കുന്നത്. എന്തായാലും വലിയ യുദ്ധഭീതിയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ തുടരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് MCA നാസർ.